ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണേ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത ബസ് കയറി ഇവിടെ എത്തിയപ്പോൾ സമയം രാവിലെ 3:15. വന്നിറങ്ങിയപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. വന്ന് ഇറങ്ങിയത് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ വിഷയം വന്നില്ല. നേരെ പോയി ഒരു റൂമും ബുക്ക് ചെയ്ത് 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കിടന്നപ്പോഴേക്കും രാവിലെ സമയം 5 മണി. രാവിലത്തെ ഫ്രഷനിങ് അപ്പം നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചങ്ങ് നിൽക്കാന്ന് വിചാരിച്ചു. ബസ്സിലെയും ഇവിടത്തെയും ഉറക്കവും പിന്നെ ഈ കോഫിയും കൂടെ ഒക്കെ ആയപ്പോൾ രാവിലെ ഒന്ന് ഓണായി. ഇവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാ. രാത്രി ബസ് കയറുന്നതിന് മുമ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു. സ്പൈസി ബ്രോസ്റ്റഡും തന്തൂരി മൈനൈസും പിന്നെ എന്തോ ഒരു മൈനൈസ്, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അറിയാന്നുള്ള കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് ഈ തന്തൂരി മൈനൈസ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്പൈസി ബ്രോസ്റ്റഡ് സ്ട്രിപ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ കുബൂസിൽ പൊതിഞ്ഞിട്ട് മയോണൈസിൽ മുക്കിയിട്ടൊരു പിടി പിടിക്കണം. എൻ്റെ പൊന്നോ മോനെ, ഇങ്ങനെ ഇരിക്കുമെന്നറിയോ? എന്തായാലും അത് കഴിഞ്ഞല്ലോ. ഇനി ആ തന്തൂരി മയോണൈസിൽ മുക്കിയൊരു പിടി പിടിക്കണം. എന്തൊരു സാധനമാണ് അത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ് അത്. ബ്രോസ്റ്റഡ് ഇരിക്കുന്ന നോക്കിയാൽ മുരാന്ന്. അതിലൊരു തരി എല്ല് കാണൂല, അതാണ് എൻ്റെ ഹാപ്പിനെസ്. അത് കഴിഞ്ഞ് പിന്നെ ഈ സാധനം എന്താണെന്നറിയില്ല, ഈ സാധനത്തിനോട് ഞാൻ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. പക്ഷെ എൻ്റെ ഉമ്മക്ക് കണ്ണെടുത്താൽ കണ്ടോളൂ ഈ സാധനം. സമയം 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഉമ്മയും. ഹോട്ടലിനകത്തുള്ള ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കാണാൻ. കുറച്ച് നേരം നിങ്ങൾ അത് നോക്കിയിരിക്കും, ഞാൻ എൻ്റെ തൊണ്ടയൊന്ന് റെസ്റ്റ് ആകട്ടെ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയും പിടിച്ച് എൻ്റെ അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അവനെ പിക്ക് ചെയ്തതിന് ശേഷം അതേ ഓട്ടോയിൽ തന്നെ തിരിച്ച് എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാനിലോട്ട് പോയി. ഞങ്ങൾ നേരെ ഒരു തട്ടുകടയിൽ ചെന്നങ്ങ് ഇറങ്ങി. അവിടെ 2 സെറ്റ് പൂരി മസാലയും ഒരു മസാല ദോശയും പറഞ്ഞു. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോഫിയും വന്നു. കോഫി വന്നതിന് ശേഷം ഉമ്മ ഓർഡർ ചെയ്ത മസാല ദോശയും വന്നു. ഇനി തൃശ്ശൂർ വരെ വരുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ട് അൺലോക്ക്. പിന്നെ മസാല ദോശയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ദോശയും മസാലയും ചമ്മന്തി സാമ്പാറും മാത്രമേ ഞാൻ കൂട്ടിയുള്ളൂ. അതിൻ്റെ ബാക്കിയൊന്നും ഞാൻ കൂട്ടിയില്ല. കഴിച്ചത് വെച്ച് എല്ലാം ഓക്കെയാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. ഫുഡും കഴിച്ചു കഴിഞ്ഞ് പേയ്മെൻറ്റ് നടത്തി നേരെ നമ്മളങ്ങ് വെളിയിലിറങ്ങി. തൃശ്ശൂർ എപ്പോൾ വന്നാലും ഞാൻ സ്ഥിരം കയറുന്നൊരു ബേക്കറി ഉണ്ട്. അവിടെ 50 രൂപയ്ക്ക് നല്ല അടിപൊളി ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് കിട്ടും. കുറച്ചൊന്ന് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ റൂമിലോട്ട് കിടന്നൊന്നുറങ്ങി ക്ഷീണമൊക്കെ തീർത്തപ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണിയായി. അടുത്ത ഫുഡിനുള്ള ടൈം. ഇനി കഴിക്കാനായി വേറെ എവിടെയും പോകണ്ടെന്നും പറഞ്ഞ് ഹോട്ടലിലെ മെനു നോക്കി തന്നെ ഫുഡ് അങ്ങോട്ടങ്ങ് ഓർഡർ ചെയ്തു. ഫുഡ് അങ്ങ് കഴിച്ചു തുടങ്ങി. ഒരു രക്ഷയില്ല, പൊറോട്ടയ്ക്ക് എങ്ങനെ മുരിഞ്ഞായിരിക്കുന്നത്. അതിന്റെ കൂടെയുള്ള മഷ്റൂം കടായി ഇവരേതോ വലിയ ഷെഫിനെ തട്ടിക്കൊണ്ടുവച്ച് ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഇതുണ്ടാക്കിയ ആരായാലും ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല. പിന്നെ ഞാനൊരു സാധനം ഓർഡർ ചെയ്തു. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് സാധനം വന്നപ്പോഴുണ്ടല്ലോ അമ്പരന്ന് പോയി. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ ഇതിനകത്ത് വെട്ടിയിട്ടേക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, ഷമാമ, മുന്തിരി, പൈനാപ്പിൾ, ആപ്പിൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവല്. എന്നാൽ ഇവന്മാര് വളരെ കുറച്ചേ തരും. ഇതിന് സാധാരണ കടയേക്കാളും കുറച്ചുകൂടെ വില ഉണ്ട്, പക്ഷെ വെർത്താണ്. എങ്ങനെ? ക്വാളിറ്റിയിൽ. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഒരു നേരം തന്നെ കഴിച്ചിട്ടുണ്ട്. നീ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ നേരെ തൃശ്ശൂരിലോട്ട് വിടും. ഈ ഹോട്ടലിൽ ഒരു റൂം എടുക്കും, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം സമയം 3:30 കഴിഞ്ഞ് 4 മണിയൊക്കെ ആവാറായി. ഞങ്ങളിവിടെ രാവിലെ എത്തിയതുകൊണ്ട് പകുതി ദിവസം നിൽക്കാൻ പറ്റുമെന്നാണ് ഇവരുടെ പോളിസി. ഇനി നിൽക്കണമെങ്കിൽ അടുത്ത ദിവസത്തെയും കൂടെ കൊടുക്കണം. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് തിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ എക്സ്ട്രാ ഒരു ദിവസത്തെ പൈസ കൊടുക്കുന്നത് നഷ്ടമല്ലേ. ചെക്കൗട്ട് ചെയ്തു. ഇവിടുത്തെ സ്റ്റേ ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഇവരുടെ ഫുഡ് കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് അതിരാവിലെ 2 മണിക്കാണ് ബസ്. അതുവരെ നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ മാത്രം മതി. പകുതി പൈസക്ക് അവർലി സ്റ്റേ ഇഷ്ടം പോലെ കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റേയും ബാത്റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഡീസന്റ് ആയിരുന്നു. അങ്ങനെ ഓട്ടോ പിടിച്ച് നേരെ ഒരു അവർലി സ്റ്റേയിലേക്ക്. Gracias.
ഇപ്പോൾ സമയം രാത്രി 8 മണി. നല്ല പൊറോട്ടയും ബീഫിൻ്റെയും ടൈം. ഞങ്ങൾ നിൽക്കുന്ന ഔറല്ലി സ്റ്റേയുടെ തൊട്ട് താഴെ തന്നെ ഒരു കടയുണ്ടായിരുന്നു. അവരുടെ തന്നെ കടയാണ്. അവിടെ കിട്ടും പൊറോട്ടയും ബീഫും. ഫുഡ് കൊള്ളാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഏരിയയിൽ കിട്ടുന്ന പോലെ വരില്ലല്ലോ. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് പൈനാപ്പിൾ ജ്യൂസ്. ഇപ്പോൾ സമയം 1 മണി. 2 മണിക്ക് നമുക്ക് ബസ് വരും. ഞങ്ങളിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇവിടെ എങ്ങനെ വന്ന് ഇറങ്ങിയോ അതുപോലെ തന്നെ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല. ഞങ്ങളിങ്ങനെ ബസ്സിന് വേണ്ടി കാത്ത് ഇങ്ങനെ റോഡിന് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ്സും വന്നു. ബസ്സിലിരുന്ന് അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെയായി. നമ്മൾ ഏകദേശം തിരുവനന്തപുരം എത്താറായി. ഇപ്പോൾ കൊല്ലമായെന്ന് തോന്നുന്നു. ഇപ്പൊ സമയം 10. ഹൈവേയിൽ പലയിടത്തും പണി നടക്കുന്നതുകൊണ്ടായിരിക്കും വേണ്ടത് തിരിച്ചെത്തുമ്പോൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. ഇതിനേക്കാളും അടിപൊളി ഫുഡും ട്രാവലും വീഡിയോസിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തൊരു കമൻറ്റ് ഇട്ടേക്ക്.